നിക്ക ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ. ഇനി മുട്ടി. ദൈവവിശ്വാസിയാണ്, പക്ഷെ മതവിശ്വാസിയല്ല എന്ന രീതിയിൽ ഈ ദൈവം സഹായിച്ചിട്ടുണ്ടോ ഈ യാത്രയിൽ എപ്പോഴെങ്കിലും? ബെസ്റ്റ്. എന്താ എന്റെ ഉദ്ദേശം? നിങ്ങളുടെ മനസ്സിൽ ദൈവം എന്ന് പറയുമ്പോൾ വരുന്നൊരു ഇമേജ് ആയിരിക്കില്ല എൻ്റെ മനസ്സിൽ വരുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ഡെഫിനേഷൻസ് വ്യത്യാസമുണ്ട്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. താങ്കൾ ഒരു ദൈവത്തെ വരച്ചാൽ എന്ത് രൂപം കൊടുക്കും അതിന്? ഞാൻ വരയ്ക്കില്ല. വരയ്ക്കാൻ ശ്രമിക്കില്ല. പേടിയാണോ? പേടിയായിട്ടില്ല, വരയ്ക്കാൻ കഴിയില്ല, അതാണ് കാര്യം. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ദൈവം താങ്കളെ സഹായിച്ചിട്ടുണ്ടോ എന്നായിരുന്നു എന്റെ ചോദ്യം. ഇപ്പൊ ഈ കൂടിയിരിക്കുന്ന ആളുകളും അവരുടെ ഒരു പോസിറ്റീവ് എനർജി പോലും ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അപ്പൊ ഞാൻ എത്ര ആളുകളെ പോസിറ്റീവായിട്ട് ഇൻസ്പയർ ചെയ്യുന്നോ അതിനാനുപാതികമായിട്ട് അവരിൽ നിന്നൊരു റിഫ്ലക്ഷൻ എന്നിലേക്ക് വരുന്നുണ്ടെന്നും അതെന്നെ സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. താങ്കൾ ചെയ്യുന്ന ജീവിതത്തിൽ ചെയ്യുന്ന പോസിറ്റീവായ കാര്യം എന്താണ്? നിങ്ങൾ എൻ്റെ കൂടെ ഈ പരിപാടി കഴിഞ്ഞൊന്ന് ഇറങ്ങി വന്നാൽ കാണിച്ചു തരും ഇവരെ. ക്ലിയർ ആയില്ല. അവർക്കിടയിലൂടെ നമ്മൾ ഒന്നിച്ച് നടന്നാൽ ഈ ഇരിക്കുന്ന ജനക്കൂട്ടം കാണിച്ചു തരും എന്താണ് ആ പോസിറ്റീവ് കാര്യം എന്ന്. അതാണ് കാര്യം. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. വിശാലമായ ഒരു ഫിലോസഫിക്കൽ കാഴ്ചപ്പാടോടുകൂടി ഇതിനെ കാണുന്ന ഒരാൾക്ക് തർക്കിക്കാൻ പോകേണ്ട കാര്യമില്ല. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഈ യാത്രയൊക്കെ മതിയാക്കൂ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സ്വയം തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. എത്ര വയസ്സാകുമ്പോഴായിരിക്കും താങ്കൾ പ്രായമാകുന്നത്? ഏതാ? എത്ര വയസ്സാകുമ്പോഴായിരിക്കും താങ്കൾ പ്രായമാകുക? എനിക്ക് പ്രായമാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ വിചാരിച്ചു എന്റെ കൂട്ട് പ്രായമുള്ള ഒരാളായിട്ടാണ് ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടത്. സൂക്ഷിക്കണം, അടിയന്തരമായി ചികിത്സിച്ചേ പറ്റൂ. എന്നെക്കാൾ ചെറുപ്പക്കാരനാണ്. പല കാരണങ്ങളുണ്ടല്ലോ ഒരാൾ ചെറുപ്പമാകാൻ. ആ കാരണങ്ങൾ വെച്ച് നോക്കിയാൽ ഞാൻ താങ്കളെക്കാൾ വളരെ ചെറുപ്പമാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഒരു കവിതയുടെ ശീർഷകം എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ആരുടെ തോന്നലാണ്. വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. സന്തോഷ് ജോർജ് കുളങ്ങര ആരുടെ തോന്നലാണ്, സ്വയം തോന്നുന്നതെന്താ? കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. എനിക്കത് മനസ്സിലായില്ല വ്യക്തമായിട്ട്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ആരുടെ തോന്നലാണ്, ആ ചോദ്യം ആ ശീർഷകം ഞാൻ അങ്ങോട്ടിടുക. താങ്കൾ ആരുടെ തോന്നലാണ്, സ്വയം തോന്നുന്നത് എന്താ? എന്തിനാണ് വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത്? നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ? പേഴ്സണൽ അഭിപ്രായമാണ്. സാറിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോർമലായി വന്നൊരു സംശയം. അപ്പോൾ എനിക്ക് ആ സ്വാഭാവികത അത്ര ഫീൽ ചെയ്തില്ല. ആക്ച്വലി സംഭവം തന്നെ, ബട്ട് കൊളോക്കിയലി കൊളവാക്കണ്ട. അലമ്പ് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ സാർ ഈ നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന പോലുള്ള ഉത്തരങ്ങൾ കുറെ നൽകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.